ഹായ് ഗൈസ്, ബാക്ക് ടു യുവർ ചാനൽ. അപ്പം നമ്മൾ പേപ്പർ വെച്ചിട്ട് ക്ലേ ഉണ്ടാക്കുക. കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത ഒരു ലവ് ഉണ്ടായിരുന്നു. ആ ലവ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഞാൻ ഒന്നിനും ഇട്ടിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം അത് ഉണങ്ങിയായിരുന്നു ബാക്കിയുള്ളത്. പിന്നെ ഞാൻ ലവ് ഷേപ്പിനുണ്ടാക്കിയത് കൂടെ ഞാൻ പൊടിച്ചെടുത്തു. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അകത്തുള്ള നമ്മുടെ വേണ്ട ഈ 3 സാധനങ്ങൾ മാത്രം മതി. അതായത് ഇത് പശയാണ് കേട്ടോ, പശവെള്ളമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പശവെള്ളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമുക്ക് ഒരെണ്ണം മതിയാവും. എന്നിട്ട് കുറച്ച് പശവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. അത് നമുക്ക് ഒഴിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ ബോട്ടിൽ ഇതായിട്ട് ഫിനിഷ് ആവാൻ പോവാണ്. ഇനി നമുക്ക് ആദ്യത്തെ ബോട്ടിൽ ഫിനിഷായി. അടുത്ത രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ എടുക്കാൻ പോവാണ്. രണ്ടാമത്തെ ബോട്ടിൽ തികയോ എന്തോന്ന്, രണ്ടാമത്തെ ബോട്ടിൽ തികയുമെന്നാണ് എനിക്ക് ഒരു ഉറപ്പ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ബോട്ടിലൂടെ ഉള്ളൂ, ലാസ്റ്റ് ബോട്ടിലാണ് വരുന്നത്. അത് നമുക്കിതൊന്ന് ആക്കാം. അത് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അതിനകത്ത് കുറച്ച് പശയും ഈ മൂന്നാമത്തെ ബോട്ടിലൂടെ അത് തികഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ അതേപോലെ പശവെള്ളം തന്നെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ വിളിക്കാമേ. ഗൈസ് തന്നെ നമ്മൾ 3 ബോട്ടിൽ തീർന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ 3 ബോട്ടിലാണ് കേട്ടോ ഗൈസ് എടുത്തിരിക്കുന്നത്. ഞാനാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ എടുത്തിട്ട് പിന്നെ അതൊന്ന് പിഴിയുക. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ സ്മൂത്തായിട്ട് ഇതിങ്ങനെ വരും. ഇത് വെച്ച് നമുക്കിപ്പോൾ വേറൊരു കാര്യം ഉണ്ടാക്കാമേ. ഞാനിപ്പം കാണിച്ചു തരാം. നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ചേർക്കേണ്ടതൊക്കെ ചേർക്കാം, പക്ഷേ ഗ്ലിറ്റർ മാത്രം ആഡ് ചെയ്യാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ വാടയെടുക്കും കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുണ്ടാക്കി കഴിയുമ്പം വാടയെടുക്കും. അതുകൊണ്ട് ഞാൻ ഗ്ലിറ്റർ ചേർക്കത്തില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം റെഡി ആവാൻ പോവാണ്. ഇതാണ് നമ്മൾ ആ പശയൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഷേപ്പ് കിട്ടത്തില്ല. ഞാൻ ആലോചിക്കുന്ന ഞാൻ എന്തോ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ വേണ്ട ഒരു വിളക്കിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ അങ്ങനെ സാധനമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാനല്ലേ ഉണ്ടാക്കുന്നത്, ഷേപ്പിന് കിട്ടുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ വേണ്ട കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കി എടുക്കുവാണ് കേട്ടോ. ഗൈസ് ഞാൻ ഈ ഷേപ്പാണ് കേട്ടോ ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത്. കൊളമായെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. കളർ അടിച്ചിട്ട് ഞാൻ വേറെ ഒരു കാര്യം കാണിച്ചു തരാം. കളർ അടിച്ചിട്ട് 1 2 3 ഗൈസ് ഞാൻ ബോർഡർ ചെയ്തിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ. ഇത് കൊള്ളാമെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ബോർഡർ ഞാൻ ഇതേപോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. സൂപ്പറാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്ക്. പിന്നെ ഞാൻ ഇനി കളർ അടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് ഇത്. നമുക്കപ്പോൾ കൊളമാവുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. മസ്റ്റായിട്ട് സൂപ്പർ സാധനം കേട്ടോ. പിന്നെ നമ്മുടെ വഞ്ചിപ്പെട്ടിയൊക്കെ നിറയാറായി. പിന്നെ നമ്മുടെ കവായി സ്റ്റിക്കർ സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്താണ് നമ്മുടെ